ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തലി തേക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സാധനമായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം എടുത്താണ്. പിന്നെ കറ്റാവായ നമ്മളെ വീട്ടിലുള്ള, പിന്നെ 2 സ്പൂണ് ഉലുവ, ഇതൊക്കെ കൂടെ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു തലേ തേക്കാൻ, മുടി കൊഴിഞ്ഞു പോണവർക്കും മുടി പൊട്ടി പോണതും എല്ലാം പോകാൻ വേണ്ടിയിട്ടാ. ഒക്കെ ശരിയാവും ഇത് തേച്ചാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മളെ വീട്ടിലുണ്ടാക്കിയ നല്ല കറ്റാർവാഴ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓൾ സ്കൂളിൽ പോയതാണ്, വരുമ്പോഴത്തേന് ഉണ്ടാക്കി വെക്കുകയാണ്. തേച്ച് കാണിക്കാൻ ഇപ്പം കഴിയൂല കേട്ടോ. അതാ ഇതിൻ്റെ ഈ ജെല്ല് ഇങ്ങോട്ട് എടുത്താൽ മതി. നല്ലതാണ്. ഒക്കെ തീരെ മുടി കുറവായിരുന്നു. ഇപ്പം ഒക്കെ മുടി ഇഷ്ടമല്ലായിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് നീളത്തിൽ കുറച്ച് ആകുമ്പോഴത്തേനോൾ മുറിച്ചിടും. അപ്പോൾ മുടി ആവശ്യമുള്ള ആൾക്കാർക്ക്, നല്ല മുടി വേണമെന്നുള്ളവർക്ക് ഇതാണ് തേച്ചാൽ മതി. പിന്നെന്താ വെച്ചാൽ സ്കൂളിൽ പോണ കുട്ടിയല്ലേ, കുറേ മുടിയൊക്കെ ഉണ്ടാകുമ്പം പേനും അതും ഇതൊക്കെ ഉണ്ടാവും. എന്നാലും പിന്നെ നല്ല നീളമുണ്ട് കേട്ടോ, നല്ല ഉള്ളും വെച്ചാണ്. പിന്നെ ഞാനിതൊന്നും തേക്കല്ല കേട്ടോ. നമുക്കിപ്പോൾ ഇനി എന്ത് മുടിയാ, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ. അപ്പോൾ അതാ നല്ല ഒരിതാണിത്. നിങ്ങൾ ആരെങ്കിലും ഇത് തേച്ച് നോക്കുവേണ്ടി. ഇതിക്ക് നമുക്ക് ഇനി 2 പനിക്കൂർക്കലിൻ്റെ ഇലയും കൂടി ഇടണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജലദോഷം ഉള്ളവർക്കൊക്കെ ആണെങ്കിലും അലർജി ഉള്ളവർക്കൊക്കെ നല്ലൊരിതാണ്. ഒരു തണ്ട് ഞാനിനി എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും, എണ്ണ നീരിറക്കുകയാണെങ്കിലും, തലയിൽ തേക്കാൻ ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ അതിടലുണ്ട്. കാരണം കുട്ടികൾക്കൊന്നും പനി വരണ്ടാച്ചിട്ടാട്ടോ അത് ഇടണത്. അങ്ങനെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അത് ഇടാം, നിർബന്ധമുള്ള കാര്യമല്ല. കുട്ടികൾക്കൊന്നും പനി വരണ്ടാച്ചിട്ടാണ്. അപ്പോൾ അതുണ്ടോ, നല്ലത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. കണ്ടങ്ങൾ. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ പിന്നെ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ ഒരു തൈ വെച്ച് പിടിപ്പിച്ചാൽ മതി. കുറച്ച് ചിരട്ട ഇങ്ങനെ പാകി വെച്ചിട്ട് അതിൻ്റെ നടുവിൽ കുറച്ച് മണ്ണിട്ടിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് മണ്ണും ചപ്പും ചവറൊക്കെ ഇട്ടാൽ നല്ല പോലെ വളരും. പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം നേർപ്പിച്ച് വെച്ച് കൊടുത്താൽ മതി, നല്ല റെഡിക്കുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ പനിക്കൂർക്കലിൻ്റെ ഇല, ഇതുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ കേട്ടോ. അതുണ്ടാവും. ഇതൊക്കെ ഓരോ തൈ വെച്ച് പിടിപ്പിച്ചാൽ മതി. നമുക്ക് കുട്ടികൾക്ക് പനി ഉണ്ടാകുമ്പോൾ, പിന്നെ തൊണ്ടവേദന എടുക്കുമ്പോൾ, പിന്നെ മുടി നരച്ചീന് എല്ലാത്തിനും പറ്റണ ഒരു സാധനം കേട്ടത്. പിന്നെ തുളസിയില 2 തണ്ട് ഇത് ഇതിക്കിടണ്ടേ ഈ ജാർക്ക്. ഇതാ. പിന്നെ എന്തൊക്കെ ഉണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് അൽഹംദുലില്ലാ ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖം തന്നെയാണ്. അപ്പോൾ അതാ പോക്ക് ചെറുതായതുകൊണ്ടാണ് മുടിയൊന്നും ഇഷ്ടമില്ലാത്തത്. കുറച്ച് വലുതാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. മുടിയൊക്കെ തോനെ ഉണ്ടാകണേ പോക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊക്കെ തേക്കാൻ മടിയാവക്ക്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാട്ടോ. നിങ്ങളെയും കൂടി കറിവേപ്പിൻ്റെ ഗുണങ്ങളൊന്നും ഇപ്പം നമ്മൾ പ്രത്യേകം ഇങ്ങനെ പറയേണ്ട ആവശ്യമല്ല. ഇതൊക്കെ ഞാൻ കറിവേപ്പാട്ടോ ഇടണ്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. ഇതൊക്കെ പറഞ്ഞ് വെറുതെ നേരം കളയണ്ട വെച്ചിട്ട്. ഇതാ ജെല്ല്, ഇത് ഇതിൽ കിട്ടും. നമുക്ക് എന്താ ചെയ്യേണ്ടി, 1 സ്പൂണ്, വലിയൊരു സ്പൂണാട്ടോ, അതിന് നിറയെ ഉലുവയും. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള അളവിലാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ടാൽ മതി, 1 സ്പൂണും കൂടി ഇട്ടാൽ മതി കേട്ടോ. തണ്ടൊന്നും നമുക്ക് വേണ്ട, ഒക്കെ പോട്ടെ. അപ്പോൾ ഇത് നമുക്കൊന്ന് പിന്നെ വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കണം. ഈ കഞ്ഞിവെള്ളം, ഇന്നത്തെ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഒഴിച്ച് അടിച്ചാലും മതി. അങ്ങനെ ആകുമ്പോൾ പച്ചവെള്ളത്തിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനതാണ് എടുക്കാൻ പോകുന്നത്. ഇതിൽ ഒഴിച്ച് കൊടുക്കുക.
ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ്, ഉപ്പിട്ട് ഒഴിക്കരുത്. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്ത് ആണ്ട് തേച്ചാണ്ടല്ലോ തലയിൽ ലേശം എണ്ണയൊക്കെ തൊട്ട് പരറ്റിയിട്ട് ഏത് എണ്ണയാണോ നിങ്ങൾ തേക്കണമെന്ന് വെച്ചാൽ അത് തേച്ചിട്ട് ഇതാണ്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് നിന്നാൽ മതി, കുറേ നേരമൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ബുദ്ധിമുട്ടൊന്നുമില്ല, തലക്ക് നീരിറക്കൊന്നും വരാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നിന്നാൽ നല്ലതാണ്. അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കട്ടെ. ഇതുണ്ടോ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചൊക്കെ ഇങ്ങനെ വരുമ്പം അത് വിയർപ്പൊക്കെ വറ്റിയിട്ട് എണ്ണ ഒന്ന് തൊട്ട് തേച്ചിട്ട് ഇതാണ്ട് തേച്ചാൽ മതി. നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്. ഇത് ഇടയ്ക്കൊന്ന് തേച്ച് നോക്കി നിങ്ങൾ, മുടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇത് നമ്മളൊന്ന് അരിച്ചെടുക്കുക, എന്നാൽ പിന്നെ മുടി കഴുകാൻ നല്ല സുഖമാണല്ലോ. ഇതിൻ്റെ ഈ എന്താ പറയുക, ഈ ചണ്ടിയൊന്നും നമ്മളെ തലയിലാവണ്ട, പിന്നെ കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനൊന്ന് അരിച്ചെടുക്കണ്ടേ. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും തേക്കട്ടോ. അപ്പം ഇനി നമുക്ക് ജലദോഷം പിടിക്കണ ഒരു പേടിയും വിചാരിക്കേണ്ട. തുളസിയിലയും പനിക്കൂർക്കലിൻ്റെ ഇലയും കറിവേപ്പിൻ്റെ ഇലയും പിന്നെന്താണ് കറ്റാർവാഴ പിന്നെ ഉലുവ, ഇത്രയും സാധനം ഇട്ടാട്ടോ ഉണ്ടാക്കി. ഇത് ഇനി തേച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കൊന്ന് തേച്ച് നോക്കി. കട്ടില്ലാത്ത മുടിയൊക്കെ ഉള്ളോട് കൂടി ഉണ്ടാവാനും മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറും. കാരണം ഉലുവയും കറ്റാർവാഴയും കറിവേപ്പിൻ്റെ ഇലയും ഫസ്റ്റാണ്. ഞാനോള് സ്കൂളിലിട്ട് വരുമ്പോഴത്തേന് ഉണ്ടാക്കി വെച്ചപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഇതണ്ട നല്ല അടിപൊളി സാധനം അത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. അപ്പോൾ അതാ ഇനി അത് തേക്കണ കാണിക്കണില്ല, കാരണം അവൾ വൈകുന്നേരമേ വരുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. വേണമെങ്കിൽ പിന്നെ കാണിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമില്ല. അതുണ്ടോ, ഇതിങ്ങ് തലയിലാണ് തേച്ചാൽ മതി. തേക്കണ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. തലയിൽ ഇങ്ങനെ എണ്ണ വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വാരി തേക്കുക, മുടി ഇങ്ങനെ വതിഞ്ഞെടുത്തിട്ട്. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.